യേശുക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും സ്മരണ പുതുക്കി ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിക്കുന്നു. വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുരിശിന്റെ വഴിയും നടന്നു. മലയാറ്റൂർ കുരിശുമുടിയിലേക്ക് പുലർച്ചെ മുതൽ ആയിരങ്ങളാണ് എത്തുന്നത്. യേശുവിന്റെ കുരിശുമരണത്തിന്റെ ത്യാഗസ്മരണയിലാണ് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ. വിശുദ്ധ വാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായ ഇന്ന് വിവിധ പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുരിശിന്റെ വഴിയും നടന്നു. പതിനായിരക്കണക്കിന് വിശ്വാസികളാണ് പുലർച്ചെ മുതൽ മലയാറ്റൂരിൽ കുരിശുമുടി കയറാനെത്തിയത്. കുരിശു ചുമന്നു ഞാൻ തളരുമ്പോഴും നിന്നയോടെന്റെ മേൽ തുപ്പുന്നിവർ. സീറോ മലബാർ സഭ ആസ്ഥാനമായ മൗണ്ട് സെന്റ് തോമസിൽ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി. വലിയൊരു ദുഃഖവെള്ളിയുണ്ട്. ആ ദുഃഖവെള്ളി ഒരു പ്രതീകാത്മകമായിട്ടുള്ള പ്രവചനമായിരുന്നു. പള്ളിക്കര സെന്റ് മേരീസ് കത്തീഡ്രലിൽ യാക്കോബായ സഭ അധ്യക്ഷൻ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവയുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനകൾ നടന്നു. പാമ്പാടി ദയറായിൽ നടന്ന ചടങ്ങുകൾക്ക് ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയും സെന്റ് ഫ്രാൻസിസ് അസീസി പള്ളിയിൽ നടന്ന പ്രാർത്ഥനകളിൽ വരാപ്പുഴ അതിരൂപത അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലും മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തിരുവനന്തപുരം പാളയം സെന്റ് തോമസ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിൽ സംയുക്ത സഭകളുടെ നേതൃത്വത്തിൽ കുരിശിന്റെ വഴി സംഘടിപ്പിച്ചു. സീറോ മലങ്കര സഭ അധ്യക്ഷൻ കർദിനാൾ മാർ ബസേലിയോസ് ക്ലിമിസ് കാതോലിക്ക ബാവ, ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ, ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ എന്നിവർ നേതൃത്വം നൽകി. ക്രൂശിന്റെ അടുത്തേക്ക് വിശ്വാസ സമൂഹവും ക്രൂശിനെ അറിയുവാൻ ആഗ്രഹിക്കുന്നവരും അടുത്തു വരുന്ന ദിവസമാണ്. കോഴിക്കോട് അശോകപുരം ഉണ്ണിമിശിഹ പള്ളിയിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് താമരശ്ശേരി രൂപത ബിഷപ്പ് മാർ റെമിൻജിയോസ് ഇഞ്ചനാനിയിൽ നേതൃത്വം നൽകി. തലശ്ശേരി കത്തീഡ്രലിൽ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി സന്ദേശം നൽകി. വിവിധയിടങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷവും കുരിശിന്റെ വഴി നടക്കും. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.